യുവമോർച്ച നേതാവ് KT ജയകൃഷ്ണന്റെ 25ാം ബലിദാന ദിനാചരണത്തിന് പയ്യന്നൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴയിൽ തുടക്കമായി. പെരുമ്പയിൽ CK വിനോദ് കുമാർ കൊല ചെയ്യപ്പെട്ട സ്ഥലത്തുനിന്നും പുറപ്പെട്ട പതാക ജാഥ ചെറുപുഴയിൽ സമാപിച്ചു. നാളെ വൈകുന്നേരം ചെറുപുഴയിൽ വെച്ച് നടക്കുകയാണ് അനുസ്മരണ സമ്മേളനം. കേരള രാഷ്ട്രീയത്തിലെ അധികായൻ ശ്രീ PC ജോർജിന്റെ പുത്രനും ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗവുമായ ശ്രീ ഷോൺ ജോർജ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. ചടങ്ങിൽ യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി ശ്രീ രാഹുൽ ഗോപിദാസ് മുഖ്യപ്രഭാഷണം നടത്തും. സമ്മേളന നഗരിയിൽ ഉയർത്തുവാനുള്ള കുങ്കുമ ഹരിത പതാകയും ഇന്ത്യയുള്ള വാഹന ജാഥയാണ് പയ്യന്നൂർ പെരുമ്പയിൽ നിന്നും ആരംഭിച്ച് നിരവധി അനുസ്മരണത്തിന്റെ പൂച്ചമുടികളെ കുറിച്ചാണ് തുടർന്ന് സമ്മേളന നഗരിയിൽ പതാക ഉയർത്തി. ആദ്യകാല പ്രവർത്തകരെ മുതിർന്ന BJP നേതാവ് PP കരുണാകരൻ ആദരിച്ചു. K ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. നാളെ രാവിലെ 10:30 വിവിധ കേന്ദ്രങ്ങളിൽ KT ജയകൃഷ്ണൻ, CK വിനോദ് കുമാർ എന്നിവരുടെ ഛായാചിത്രങ്ങളിൽ പുഷ്പാർച്ചന നടത്തും. വൈകിട്ട് 3 കാക്കയഞ്ചാലിൽ നിന്നും ബഹുജന റാലി ആരംഭിക്കും. 5 നടക്കുന്ന പൊതുസമ്മേളനം BJP സംസ്ഥാന കമ്മിറ്റി അംഗം ഷോൺ ജോർജ് ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ രാജു ചുണ്ട അധ്യക്ഷത വഹിക്കും. യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി രാഹുൽ ഗോപിനാഥ് പ്രഭാഷണം നടത്തും. പാർലമെന്റിൽ കൈക്കൊള്ളുന്ന നയം, അതിനെ പാടിപ്പെടുത്തുന്ന മാധ്യമപ്രവർത്തകർ, അതിന് പിന്തുണ കൊടുക്കുന്ന നമ്മുടെ നാട്ടിലെ ഒരുപാട് നിരവധി വോട്ടർമാരും രാഷ്ട്രീയ പാർട്ടികൾ, ശരിക്കു പറഞ്ഞാൽ ഇന്ത്യൻ പാർലമെന്റിന്റെ കോടികൾ മുടിക്കാൻ ഉത്തരപ്പെട്ടു. മുമ്പ് തുപ്പിപ്പായുക എന്ന് പറയുന്ന ഏർപ്പാട്, ഓടി വരിക, തുപ്പ പായുക, എന്താണ് തുപ്പുന്ന ഉത്തരവില്ല. ഈ ഇന്ത്യൻ പാർലമെന്റിനകത്ത് പ്രതിപക്ഷം ഇപ്പം ചെയ്യുന്നത് തുപ്പിപ്പായ. അവർക്ക് ചോദ്യത്തിന് ഉത്തരം കിട്ടണ്ട, ചോദ്യം ചോദിക്കണം, തുപ്പണം, ഓടണം. ഈ അവസ്ഥക്ക് മാറ്റം വരുത്തില്ലെങ്കിൽ ജനാധിപത്യം നിലനിൽക്കില്ല. ഈ ജനാധിപത്യം നിലനിർത്താൻ ഈ തലമുറ, പ്രത്യേകിച്ച് യുവമോർച്ച പ്രവർത്തകർ ബാധ്യസ്ഥരാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ജനാധിപത്യത്തെക്കുറിച്ച്, ഭരണഘടനയെക്കുറിച്ചൊക്കെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് പറയുമ്പോൾ പുച്ഛം തോന്നുന്നില്ലേ? ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ സർദാർ വല്ലഭായ് പട്ടേലിന് 15 പ്രവിശ്യകളിലെ 12 പ്രവിശ്യകളും പിന്തുണ കൊടുത്തു. പക്ഷേ രാഷ്ട്രപിതാവിന്റെ ഓമന പുത്രനായ, ഓമന ശിഷ്യനായ ജവഹർലാൽ നെഹ്റുവിനെ പ്രധാനമന്ത്രിയാക്കാനുള്ള ഉത്സാഹത്തിൽ ജനാധിപത്യം ആദ്യമായി കൊലയും. ആ ജനാധിപത്യം കൊലയുന്നത് രാഷ്ട്രപിതാവെന്ന് നാം വിളിക്കുന്ന ഈ രാഷ്ട്രത്തിന്റെ ഉത്തമപുത്രനായ മഹാത്മാഗാന്ധി മുൻകൈ എടുത്തുകൊണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസുകാർ നമ്മളെ ആരോപിക്കുന്നു, ഇവർ ഗാന്ധിവധം. സത്യത്തിൽ ജനാധിപത്യ വധം ജവഹർലാൽ നെഹ്റുവിനെ പ്രധാനമന്ത്രിയാക്കിയതോടുകൂടി തീർന്നിരിക്കുന്നു. ഈ അവസ്ഥ മാറ്റാൻ ഇന്നും കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഇന്ദിരാഗാന്ധിയാണ്, ഗാന്ധിക്ക് വേണ്ടിയാണ് ജവഹർലാൽ നെഹ്റു കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയെ പിരിച്ചുവിട്ടത്. 1989 EMS മന്ത്രിസഭ പിരിച്ചുവിടുമ്പോ അത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് പറഞ്ഞ സെക്രട്ടറി ഗുരുക്കി ഗോൾവാൾക്കർ അന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇഷ്ടക്കാരനായി. അന്ന് എതിർക്കാനുണ്ടായത്, ഈ ജനാധിപത്യ രാഹിത്യത്തെ എതിർക്കാനുണ്ടായത് ഗുരുക്കിയായി. ഞാനിതൊക്കെ ഓർക്കാൻ കാരണം ഇന്ന് വലിയ വായിൽ ജനാധിപത്യവും മതേതരത്വവും തരത്തരത്വം ഒക്കെ പറയുന്ന കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ആലോചിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇന്ന് വലിയ വായിൽ പറയാനിവിടെ അവശേഷിപ്പിച്ചത് ഈ ഭാരതം
ഒരു ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായിക്കോട്ടെ. അല്ലായിരുന്നുവെങ്കിൽ പണ്ടേ ഇന്ത്യയിൽ നിന്ന് മതേതരത്വവും ജനാധിപത്യവും ഒക്കെ തൂത്തെറിയപ്പെടുകയായിരുന്നു. നിങ്ങൾക്ക് എന്താണ് ഇതെനിക്ക് തരുവോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.